എൻ്റെ പേര് ചന്ദ്രിക. എൻ്റെ ഹസ്ബൻഡാണ്. ആൾക്ക് ജൂൺ 27-ാം തീയതി ഞാൻ ആളുടെ പേരിൽ വാഗ്ദത്തം എടുത്ത് ഇവിടുന്ന് പോയി. അന്ന് വൈകുന്നേരം വീട്ടിലെത്തി കഴിഞ്ഞിട്ടിപ്പോൾ അവരുടെ പെങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞു, ആളെ എന്നെ കിംസ് ഹോസ്പിറ്റലിൽ, കരുനാഗപ്പള്ളി കിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം എന്തിനാണെന്ന് ഞങ്ങൾക്ക് ചോദിച്ചില്ല, എന്താണെന്ന് അറിയില്ല, അസുഖം എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ച് പോയി, ഞാനും മോനും കൂടിയിട്ട്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് സംസാരിച്ചു, രണ്ടുപേരെടുത്തും ആൾക്ക് നല്ലൊരു ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നുണ്ട്. അത് ചെയ്താണ്ടിരിക്കുന്നില്ല, മഞ്ഞപ്പിത്തം പിടിച്ചു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. ജൂലൈ 17-ാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞു. 18-ാം തീയതി കഴിഞ്ഞ് 19-ാം തീയതി ഡിസ്ചാർജ് ചെയ്തിട്ട് ICUലേക്ക് മാറ്റി. ICUയിൽ ഒരു 5 ദിവസം കടന്നു. പിന്നെ അവിടുന്ന് വാർഡിലേക്ക് മാറ്റി. ആ സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു, ആളുടെ നാവോ അല്ലെങ്കിൽ കയ്യോ അരയ്ക്കുന്ന കീഴ്പ്പെട്ടോ ശേഷി ഉണ്ടാതിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ 7 മണി മുതൽ 7:30 വരെ കാലത്ത് 7 മണിക്ക് ഓപ്പറേഷനിലേക്ക് കയറ്റിയിട്ട് 7:30 ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ വയറ്റിൽ 3 ദിക്കിലാണ് ഓപ്പറേഷൻ ചെയ്തിറക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ കൊന്ത എത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നും ഉണ്ടാവരുത്. ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോഴും വന്ന് പറയും എന്നോട്, അടുത്തത് ചെയ്യാണ് 3 ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്ക് കയ്യിനോ അരയ്ക്കോ കാലിനോ നാവിനോ ഒന്നിനും ഒരു കുഴപ്പം തട്ടാതെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വരാറുണ്ട്. 3 കൊല്ലമായി ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് എല്ലാ വെള്ളിയാഴ്ച. ആ സമയത്ത് ആളൊരു ദിവസം പറഞ്ഞു, എന്താ എൻ്റെ മേലിൽ ഇങ്ങനെ ഐസ് മാതിരി ഭയങ്കര തണവ്, ഷോൾഡറുമ്പോൾ 2 ദിക്കിലും വയറിലും. ആൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ വെച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ദൈവം തൊട്ടതാണ്, ഒരു പേടിയും പേടിക്കണ്ട പറഞ്ഞു. അപ്പോൾ ഹീമോ അവിടെ ചെയ്തിട്ടുള്ള കിംസ് ഹോസ്പിറ്റലിൽ എല്ലാ ഡീറ്റെയിൽസും അത്താണി മെഡിക്കൽ കോളേജിലും ഉണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ടെസ്റ്റിന് അയക്കണം പറഞ്ഞു. ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്, ഹീമോ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ടെസ്റ്റിന് അയച്ച് 2 ആഴ്ച കഴിഞ്ഞാലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ സ്റ്റിച്ച് വെട്ടിയിട്ട് അധികം ദിവസമായിട്ടില്ല. എനിക്കത് സാക്ഷ്യം പറയാണ്ട് വീട്ടിലിരിക്കാൻ സമാധാനമില്ല. അപ്പം ഞാൻ വേഗം കൊടുന്നതാണ്. ഇപ്പോൾ ഒരു കുഴപ്പവും കാണാനില്ല. ഇനി റിസൾട്ട് വന്നാൽ അറിയുള്ളൂ. ചിലപ്പോൾ 2 ഹീമോ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കുടുംബത്തെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ആദ്യം മുതൽ വരുന്ന പ്രത്യേക ദുഃഖത്തിൻ്റെ അവസ്ഥയായിരുന്നു. ഇങ്ങനെ ഇത്ര കണ്ണുനീർ പ്രാർത്ഥിച്ച കുടുംബങ്ങൾ ചുരുക്കമായിരിക്കും, ഞാൻ കൂടുതൽ പറയുന്നില്ല. എല്ലാം പ്രാർത്ഥിച്ചു, ഏറെ സന്തോഷമുണ്ട്. ഇവർ ഒരുമിച്ചു, ദൈവം അവിടെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ അപ്പുറമായിട്ടും ഈ മകളുടെ കണ്ണുനീരിന് കർത്താവ് കൊടുത്ത ഉത്തരമാണ്. അരങ്ങുയർത്തി ഈ കുടുംബത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഈ മകന് വേണ്ടി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, കർത്താവേ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തോടും ഇവരോടും കർത്താവേ കരുണയായിരിക്കട്ടെ. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.